അന്തംകമ്പി പേപ്പട്ടികൾ പേമൂത്ത് സാബു എം ജേക്കബിന്റെ ആസ്ഥാനത്ത് കാട്ടിക്കൂട്ടിയ കന്നന്തിരിവുകൾ കാണുക. അന്തംകമ്പികളുടെ സംഘടനാശേഷിയെ നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ 2020 പുതുർക്കയിൽ നടത്തിയ മഹാസമ്മേളനം കണ്ട് വരാൻ പോകുന്ന മഹാദുരന്തം മുന്നിൽ കണ്ട് നീചജന്മങ്ങൾ പേപിടിച്ച് പാഞ്ഞു നടക്കുകയാണ്. ഇക്കണക്കിന് പോയാൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇവർ വിധ്വംസക പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഭാഗമാണ് സംവരണ മണ്ഡലമായ കുന്നത്തുനാട്ടിലെ MLA ശ്രീനിജനെ ജാതിപരമായ അധിക്ഷേപം നടത്തി എന്ന കള്ളക്കേസ് കൊടുത്ത് സാബു എം ജേക്കബിനെ ജാമ്യമില്ലാ വകുപ്പിട്ട് അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കം. അത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോൾ സാബു എം ജേക്കബിന്റെ കിഴക്കമ്പലത്തുള്ള ആസ്ഥാനത്തേക്ക് CA സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ഡിഫിയുടെ നേതൃത്വത്തിൽ നടത്തിയ പേക്കുത്ത് കാണുക. ജാതിപരമായി ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് പരാതി നൽകിയവർ സാബു എം ജേക്കബ് എന്ന വ്യക്തിയെ എന്തൊക്കെ പറഞ്ഞാണ് അധിക്ഷേപിക്കുന്നത് എന്ന് കാണുക. ഈ അധമക്കൂട്ടങ്ങൾക്ക് ആർക്കെതിരെയും എന്തും പച്ചയ്ക്ക് പബ്ലിക്കായി വിളിച്ചു പറയാം. അതിനാർക്കും പരാതിയില്ല, പരാതിപ്പെടാനും പാടില്ല. എന്നാൽ MLAയുടെ പേരോ പദവികളോ ഒന്നും പരാമർശിക്കാതെ നടത്തിയ ഒരു പ്രസംഗത്തിനെതിരെ ഇവറ്റകൾ കാട്ടിക്കൂട്ടിയ കന്നന്തിരിവുകളും നാം ഇതാ കണ്ടു കഴിഞ്ഞു. ഏതായാലും പുതുർക്കയിലെ ഒരു പഞ്ചായത്തിൽ നടന്ന ഒരു സമ്മേളനം അന്തംകമ്പികൾക്ക് കുരുപൊട്ടി ഈ കോലാഹലമൊക്കെ ഒപ്പിച്ചതുകൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇത് കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഏറ്റവും കൂടുതൽ മലയാളികൾ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമായി മാറി 2020 പുതുർക്കയിലെ മഹാസമ്മേളനം. ഈ വാർത്ത കണ്ട് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് മലയാളികൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാം ആവശ്യം, അവരുടെ എല്ലാം നാട്ടിലും ജില്ലയിലും 2020 യൂണിറ്റ് എത്രയും വേഗം തുടങ്ങണം, അവർ ജീവൻ പോലും തരുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാണ്. ചുരുക്കം പറഞ്ഞാൽ നാം അന്തംകമ്പി ടീംസിനോട് ഇതിന് നന്ദി പറയണം, ഈ മഹാസമ്മേളനം ഇത്രയും വൈറലാക്കിയതിന്. അതുകൊണ്ട് തന്നെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും 2020 യൂണിറ്റുകൾ വരുവാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ കൂട്ടായ്മയെ വളർത്തേണ്ടുന്നത് സാബു ജേക്കബിന്റെ ആവശ്യമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഈ പ്രസ്ഥാനത്തിൽ നിന്നും പണമുണ്ടാക്കി ഇനി സാബു ജേക്കബിന് കാശുണ്ടാക്കേണ്ട, മക്കളെ കെട്ടിക്കേണ്ട ആവശ്യവുമില്ല. അദ്ദേഹം കക്കില്ല,
കൂടെ നിൽക്കുന്നവരെ കക്കാനും സമ്മതിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് അവരുടെ പഞ്ചായത്തിലെ 22 കോടി രൂപയുടെ നീക്കിയിരിപ്പ്. സാബു എം ജേക്കബിൻ്റെ കോലം കത്തിച്ച പേപ്പട്ടികളോടാണ് ഇനിയുള്ള ചോദ്യം. നിങ്ങൾക്കോ നിങ്ങളുടെ നേതാക്കൾക്കോ ഒരാൾക്ക് ഒരു ജോലി കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇനിയും സാധിക്കുമോ? അതുപോട്ടെ, നിങ്ങളോ നിങ്ങളുടെ നേതാക്കന്മാരോ ഇതുവരെ ഭൂമിയെ കുനിഞ്ഞ് ഒരു പണി ചെയ്തിട്ടുണ്ടോ? നിങ്ങളോ നിങ്ങളുടെ നേതാക്കന്മാരോ ഒരു മൂട് വാഴ വെച്ചിട്ടുണ്ടോ? അമ്മായിയച്ഛൻ സത്യത്തെ വ്യഭിചരിച്ച പണം കൊണ്ട് പുളയ്ക്കുന്ന ചില നീചന്മാർ തരുന്ന പണത്തിന് കള്ളും കുടിച്ച് വെട്ടുപിഴുങ്ങി പേക്കൂത്താടുന്ന നിങ്ങളാണോ ഈ നാടിനെ നന്നാക്കാൻ പോകുന്നത്? ഇവിടെ സർക്കാർ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നാൽ അതിൻ്റെ 60% നേതാക്കളും ഉദ്യോഗസ്ഥരും ചേർന്ന് കട്ടുതിന്നുന്നു. ഒരു പ്രോജക്റ്റിനായി 1 കോടി രൂപ വകയിരുത്തിയാൽ 60 ലക്ഷവും ഇവറ്റകൾ വീതം വെക്കുന്നു. കടമെടുത്ത് ഓരോ ദിനവും തള്ളി നീക്കുന്നു. ഒടുവിൽ സംസ്ഥാനത്തിന് ശ്രീലങ്കയ്ക്കുണ്ടായ അവസ്ഥയിലെത്തിച്ച് ഇവന്മാർ കുടുംബസമേതം രാജ്യം വിടും. തലമുറകൾക്കുണ്ടാക്കി രക്ഷപ്പെടും. കടം കുറയ്ക്കുവാൻ, വരുമാനം വർദ്ധിപ്പിക്കുവാൻ, ചിലവ് കുറയ്ക്കുവാൻ, റവന്യൂ വർദ്ധിപ്പിക്കുവാൻ ഇവർക്ക് എന്ത് പദ്ധതികളാണുള്ളത്? ഓരോ ദിവസവും പല പല പദ്ധതികൾക്കായി എത്ര കോടികളാണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് ഇതൊന്നും അനുഭവവേദ്യമാകുന്നില്ല. കടം ദിനംപ്രതി പെരുകുന്നു. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക, ഇവിടെ നിലവിലുള്ള ഒരു മുന്നണി സംവിധാനത്തിനും ഈ സംസ്ഥാനത്തെ ഈ കടക്കണിയിൽ നിന്നും മോചിപ്പിക്കുവാൻ പറ്റില്ല എന്ന്. അവർക്കതിനുള്ള പ്രാപ്തിയില്ല, ത്രാണിയില്ല, അതവരുടെ ലക്ഷ്യമല്ല, അവരെ കൊണ്ട് സാധിക്കില്ല. പ്രതിപക്ഷം വന്നാലും കഴിഞ്ഞ 10 കൊല്ലത്തെ കേട് തീർക്കുകയേ ഉള്ളൂ. ജയിലിൽ പോയാലും വേണ്ടില്ല, തീവട്ടിക്കൊള്ള നടത്തുകയേ ഉള്ളൂ. കാട്ടിലെ തടി ദേവരുടെ ആന. നിലവിലെ ഈ അവസ്ഥകൾക്ക് മാറ്റം വരണമെങ്കിൽ നിലവിലുള്ള പാർട്ടി ജാതി മത അധിഷ്ഠിതമായ മുന്നണി സംവിധാനങ്ങൾ തകർന്നേ പറ്റൂ. കഴിവുള്ള, കാര്യപ്രാപ്തിയുള്ള, ലക്ഷ്യബോധമുള്ള, രാജ്യസ്നേഹമുള്ള, അഴിമതിരഹിതരായ നേതാക്കൾ ഇവിടെ ഉണ്ടാകണം. അപ്രകാരമുള്ളവർ മുന്നോട്ട് വന്ന് സാബു എം ജേക്കബിനും 2020 പാർട്ടിയുടെയും ഭാഗമാകണം. 2020 എന്ന് പറയുവാൻ കാരണം ഇത് സാധ്യമാണ് എന്ന് പ്രൂവ് ചെയ്ത ഒരു മിനിയേച്ചർ ഉണ്ടാക്കി കാണിച്ച മറ്റൊരു കൂട്ടർ ഈ നാട്ടിലില്ല എന്നതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറണം. രാഷ്ട്രീയക്കാർക്ക് ഭരണചക്രം തിരിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന നമ്മുടെ ഈ കാഴ്ചപ്പാട് മാറണം. നാട് ഭരിക്കുവാൻ കഞ്ഞിപ്പശ മുക്കിയ ഖദർ ധരിക്കേണ്ട, വെള്ളയും ധരിക്കേണ്ട ആവശ്യമില്ല. മുണ്ടും ഷർട്ടും ധരിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ചുവന്ന കൊടി പിടിക്കേണ്ട. ഓർക്കുക, ഇത്രയും സാമൂഹ്യ വിരുദ്ധന്മാർക്ക് ഭരിക്കാമെങ്കിൽ, ഇത്രയും ബുദ്ധിയും ബോധവും മനസാക്ഷിയും ഇല്ലാത്ത തീവട്ടികൾക്ക് നാട് ഭരിക്കാമെങ്കിൽ എന്തുകൊണ്ട് കഴിവുള്ളവർക്ക് ഈ രംഗത്തേക്ക് വന്നുകൂടാ? ഇത്തിക്കർ പക്കികളെ ജയിപ്പിച്ച് നാട് ഭരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് കാലുമാട്ടിയിരിക്കുന്ന കഴുതക്കൂട്ടങ്ങൾ. എന്നെ അടക്കം ഉദ്ദേശിച്ചാണ് ഞാനിത് വിശേഷിപ്പിച്ചത്. ഒരു മാടക്കട നടത്താനാണെങ്കിൽ പോലും നാം അവന് അതിനുള്ള പ്രാപ്തിയുണ്ടോ എന്ന് നോക്കില്ലേ? അവൻ നമ്മളെ കബളിപ്പിച്ചിട്ട് പോകുമോ എന്ന് നോക്കില്ലേ? ആ ഒരു ബോധം പോലും നമ്മുടെ നാട് ഭരിക്കുവാൻ ഏൽപ്പിക്കുന്നവരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് നമുക്കുണ്ടാകുന്നില്ല? കാരണം കഴുതകളെ ഓരോരോ കമ്പാർട്ട്മെൻറ്റുകളായി പൂട്ടിയിട്ടിരിക്കുകയാണ്. രാഷ്ട്രത്തിൻ്റെ കാര്യം വരുമ്പോൾ അവൻ തലകൊണ്ടല്ല ചിന്തിക്കുന്നത്, പിന്നെയോ ഇരിക്കുന്നിടം കൊണ്ടാണ് ചിന്തിക്കുന്നത്. പല പല ഇസങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. ഏത് ജാതി ഭരിച്ചാലും, ഏത് മതത്തിലുള്ളവൻ ഭരിച്ചാലും, ഏത് പാർട്ടിയുള്ളവൻ ഭരിച്ചാലും ആർക്കാണ് നേട്ടം എന്ന് കഴിഞ്ഞ കാലങ്ങൾ നാം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമുക്ക് വേണ്ടുന്നത്, നമുക്ക് നോക്കേണ്ടുന്നത് പാർട്ടിയോ മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നുമല്ല, നല്ലൊരു മനുഷ്യനാണോ എന്നാണ്. എന്ന് നിലവിലുള്ള എല്ലാ പാർട്ടികളുടെയും കാര്യമെടുക്കുക. ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ എന്താണ്? ഇവർക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രാവീണ്യം, നൈപുണ്യമുണ്ടോ? ചാരത്തിൽ കിടന്ന് ഉറങ്ങിയിരുന്നവന്മാർ രാഷ്ട്രീയത്തിൽ വന്നിട്ട് അവർക്കുണ്ടായ വളർച്ച എന്താണ്? ഒരു അയൽക്കൂട്ടത്തിൻ്റെ കണക്ക് കൂട്ടി നോക്കിയിട്ടില്ലാത്തവൻ, ശരിക്കും 5ന്റെ പട്ടിക പോലും അറിയാത്തവൻ, കശുവണ്ടി പെറുക്കി നടന്നവൻ ധനമന്ത്രി, ജെട്ടിമോട്ടിച്ച് നടന്നവൻ ഗതാഗത വകുപ്പ് മന്ത്രി, പ്രസവിക്കുവാൻ മാത്രം ആശുപത്രിയിൽ പോയിട്ടുള്ളവൾ ആരോഗ്യവകുപ്പ് മന്ത്രി, വരുമാനമില്ലാതെ കടം മേടിച്ച് ഷോ കാണിച്ചു നിന്ന കാരണവഭൂതത്തിൻ്റെ വണ്ടി ഇടിച്ചു നിൽക്കാറായി. ഇനി കടമെടുപ്പ് നടക്കില്ല. കള്ള് വിറ്റും ലോട്ടറി വിറ്റും കുലുക്കി കുത്തി നടത്തിയും പെറ്റിയടിച്ചും പിടിച്ചു പറിച്ചും കടമിരുന്നും ഇനി എത്ര നാൾ ശമ്പളം കൊടുക്കും? ദൈനംദിനം ചെറിയ ചരമക്കോളത്തിൽ വരുന്ന ഈ വാർത്തകൾ നാം കാണാറില്ല. ഈ വിഷയം ആരും അന്തിച്ചർച്ചയാക്കുകയുമില്ല. ഇത് ക്ഷേമ പെൻഷൻ 1600 രൂപ മാസങ്ങളായി മുടങ്ങിയതിനെ തുടർന്ന് മരുന്ന് പോലും മേടിക്കാനാവാതെ ആത്മഹത്യ ചെയ്ത 72കാരനായ മുതുകാട് സ്വദേശി വളയത്ത് ജോസഫ് എന്ന പാപ്പച്ചൻ
ഇത് തൻ്റെ മരണകാരണം കേരള സർക്കാരും ബാങ്കുകളുമാണെന്ന് ചൂണ്ടിക്കാട്ടി ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് ജീവനൊടുക്കിയ ആലപ്പുഴയിലെ കർഷകൻ KG പ്രസാദ്. ഇങ്ങനെ എത്ര 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 പേർ. സഹകരണ അപകരണ ബാങ്കുകളിലെ തീവട്ടിക്കൊള്ള, പിൻവാതിൽ നിയമനം, മാസപ്പടി, സ്വർണ്ണക്കടത്ത്, കിഫ്ബി തട്ടിപ്പ്, അഴിമതി മറയ്ക്കുവാൻ സ്റ്റേജ് ഷോകൾ, നവചോർല തീറ്റയാത്ര, ദാരിദ്ര്യം മറയ്ക്കാൻ ലൈറ്റിടൽ യജ്ഞം, പെരുകുന്ന ആത്മഹത്യകൾ, നാടുവിടുന്ന യുവതലമുറ. എന്ത് പ്രതീക്ഷയാണ് നമുക്കുള്ളത്, നമ്മുടെ തലമുറയ്ക്കുള്ളത്? ശരിക്കും ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് 2020യുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഊച്ചാളി നേതാക്കളെ പോലെയല്ല സാബു M. ജേക്കബ്. അദ്ദേഹത്തിന് നഷ്ടപ്പെടുവാനാണെങ്കിൽ ഒരുപാടുണ്ട്. അദ്ദേഹത്തിനുള്ളത് കട്ടതും മോട്ടിച്ചതുമൊന്നുമല്ല, അധ്വാനിച്ച സമ്പത്താണ്. നമുക്ക് വേണ്ടി പ്രതികരിക്കുവാൻ ഇറങ്ങിയ അദ്ദേഹത്തെ പേപ്പട്ടിക്കൂട്ടം വഴിയിലിട്ട് നാണം കെടുത്തുവാൻ അനുവദിക്കരുത്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്കിറങ്ങാം എന്ന് തീരുമാനിച്ചിരിക്കരുത്. ഇനി ഇതുപോലെ ആരും ഇറങ്ങാതിരിക്കുവാൻ, ഒരു സാബു ജേക്കബ് ഇനി ഉണ്ടാകാതിരിക്കുവാൻ, ഒരു പാഠമാകുവാൻ സാബു M. ജേക്കബിനെ എങ്ങനെയൊക്കെ തകർക്കാമോ അങ്ങനെയെല്ലാം തകർക്കുവാൻ ഇവർ നോക്കും. അതിനനുവദിക്കരുത്. ജീവൻ കൊടുത്തും നാം അദ്ദേഹത്തിന് പരിചയമൊരുക്കണം. അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കുക. സാബു M. ജേക്കബിനെ കൊണ്ട് മാത്രം ഒന്നും സാധിക്കില്ല. അദ്ദേഹത്തെ പോലെ കാര്യപ്രാപ്തിയുള്ളവർ ഏത് മേഖലയിൽ നിന്നുള്ളവരാകട്ടെ, നിങ്ങൾ നല്ലൊരു വ്യവസായിയാകാം, ബ്യൂറോക്രാറ്റാകാം, കർഷകനാകാം, ഡോക്ടറാകാം, മുന്നോട്ട് വരിക. ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുക. ഇത് കേൾക്കുന്ന പലരും ഓർക്കും, സാബു M. ജേക്കബിൻ്റെ പരസ്യം പറയുന്ന പണിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്ന്. ഒരിക്കലുമല്ല. സാബു M. ജേക്കബിനെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഈ പ്രസ്ഥാനത്തിൻ്റെ വേരുറപ്പിക്കുവാൻ കഴിഞ്ഞ 10 വർഷം അവർ നടത്തിയ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച ഒരു വ്യക്തിയായതിനാൽ ഈ പ്രസ്ഥാനത്തിന് കേരളത്തെ കരകയറ്റാൻ സാധിക്കും എന്ന തോന്നൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ITV ന്യൂസ് ഈ പ്രസ്ഥാനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തോടൊപ്പം ഞങ്ങളുണ്ടാവും. ഈ പ്രസ്ഥാനം വളർത്തുവാൻ സഹായിക്കുവാൻ പറ്റുന്നവർ മുന്നോട്ട് വരിക. നിങ്ങൾക്ക് ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9746114444. ഞാൻ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9746114444. നമുക്ക് മാറി ചിന്തിക്കാം, മാറ്റത്തിനായി പ്രവർത്തിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.